24 ബിഗ് ബ്രേക്കിംഗ്. ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും ബി.ജെ.പിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു. CPIM-മായി അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ടെന്നും അത് തീർത്ത ശേഷം അംഗത്വം പുതുക്കാമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഞാൻ എന്നാ ബി.ജെ.പിയിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവർ കാണാൻ ചുമതലക്കാരെ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും, മാത്രമേ ഉള്ളൂ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തിനാണ് എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത്? വേണു, ഏതാണ്ട് ഒരു മണിക്കൂർ ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച എന്നാണ് എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച ശേഷം 24-നോട് പ്രതികരിച്ചത്. BJP-യിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, മാത്രമല്ല ജില്ലാ കമ്മിറ്റിയുമായി ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എസ് രാജേന്ദ്രൻ 24-നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ കൂടിക്കാഴ്ചയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമുക്ക് ഏതാണ്ട് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ഏതാനും നാളുകളായി CPI-യുമായി അകൽച്ചയിലാണ് എസ് രാജേന്ദ്രൻ. അതിനുശേഷം മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയുമായി ഏറെ അകൽച്ച നിൽക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ജില്ലാ കമ്മിറ്റി എന്നൊരു പരാതി പരസ്യമായി തന്നെ എസ് രാജേന്ദ്രൻ നടത്തിയിരുന്നു. മാത്രമല്ല BJP-യിലേക്ക് പോകുമെന്ന ചില റിപ്പോർട്ടുകൾ വന്നെങ്കിലും അദ്ദേഹം തള്ളി. അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹിയിലെത്തി എസ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതൊരു പ്ലാന്റേഷൻ വിഷയമാണെന്ന് കൂടിക്കാഴ്ച വ്യക്തമാക്കിയെങ്കിലും അതിൽ ആ ഒരു പൂർണ്ണമായും വ്യക്തത ഈ ഒരു വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് കൂടാതെ CPM-ലടക്കം അതൃപ്തരായ നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി BJP അവിടെ നടന്നു വരികയാണ്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രഭാരിയായുള്ള പ്രകാശ് ജാവേദ്കറുമായി ഡൽഹിയിലെത്തിയുള്ള ഈ കൂടിക്കാഴ്ച. നേരത്തെയും താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. കാരണം CPI-യുമായി അതൃപ്തി അദ്ദേഹം പരസ്യമാക്കിയിട്ടുണ്ട്. CPM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ജില്ലാ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയാണ് ഡൽഹിയിലെ വസതിയിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ ഒരുവിധം നേതാക്കളൊക്കെ BJP-യിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം ഇത്തരത്തിൽ ജാവേദ്കറുമായി കൂടിക്കാഴ്ച ചെയ്തതിനു ശേഷമാണ് പിന്നീട് BJP അംഗത്വം സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ അത്തരം ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം BJP നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഈ കൂടിക്കാഴ്ച അത്തരത്തിൽ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ചയായി മാത്രം ഇതിനെ വിലയിരുത്തേണ്ടതില്ല അല്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് BJP നേതാക്കൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പക്ഷേ ഈ എസ് രാജേന്ദ്രനെ നിഷേധിക്കെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം എസ് രാജേന്ദ്രന്റെ ഭാഗത്തും BJP പ്രവേശനം ഉണ്ടാകുമോ അല്ല CPM-ന്റെയും മെമ്പർഷിപ്പ് പുതുക്കി എന്തായാലും CPM-ൽ തന്നെ തുടരുമോ എന്ന കാര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം മൂന്നാറിലെ തോട്ടം മേഖലയിലടക്കം ഈ തമിഴ് സ്വാധീനമുള്ള മേഖലയിൽ BJP ഒരു പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ടുവരാനുള്ള നീക്കം നടന്നു വരികയായിരുന്നു. അതിൽ എസ് രാജേന്ദ്രൻ തന്നെയാണ് BJP ഉന്നം വെച്ച നേതാവ്. ആ അർത്ഥത്തിൽ എന്തായാലും എസ് രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായ കൂടിക്കാഴ്ച കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുന്നേ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായിട്ടും പ്ലാന്റേഷൻ വിഷയം മാത്രമായിരിക്കില്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയും കൂടി ചർച്ചയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേണു.